ഹായ് ഗൈസ്, SBI ക്ലർക്കിൻ്റെ 27-ാം തീയതി ഇന്നത്തെ ലാസ്റ്റ് ഷിഫ്റ്റിൻ്റെ ചെറിയൊരു ഓവറോൾ അനാലിസിസ് ആണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഷിഫ്റ്റിലും ചോദിച്ച പോലെ RC റീഡിംഗ് കോമ്പ്രഹൻഷൻ 9 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എറർ സ്പോട്ടിംഗ് 5 ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ഷിഫ്റ്റിലൊക്കെ സെന്റൻസ് 5 സെന്റൻസ് എന്നിട്ട് കറക്റ്റ് സെന്റൻസ് പിക്ക് ചെയ്യാനാണ് ചോദിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ചോദിച്ചില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലോസസ്റ്റ് 4-5 ക്വസ്റ്റ്യൻസ്. മിസ്പെൽറ്റ് ഫസ്റ്റ് ടൈം ചോദിക്കുകയാണ്, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഈ ഷിഫ്റ്റിലാണ് മിസ്പെൽറ്റ്, അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള വേർഡ് കണ്ടുപിടിക്കുക, അതാണ് 4 to 5 ക്വസ്റ്റ്യൻ. പിന്നെ വേർഡ് റീപ്ലേസ്മെന്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓവറോൾ ഒരു ഇംഗ്ലീഷ് ഈസി ലെവലാണ്. കഴിഞ്ഞ ഷിഫ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഈ ഷിഫ്റ്റ് കുറച്ച് ഈസി ആയിട്ടാണ് ഇംഗ്ലീഷ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് റീസണിങ് വരുമ്പോൾ നല്ല സ്കോറിംഗ് ആണ് റീസണിങ്. അതിൽ ഒന്ന് അൺസർട്ടൈൻ പസിലാണ് വന്നിരിക്കുന്നത്. സ്റ്റിൽ അത് ഭയങ്കര എളുപ്പത്തിൽ കിട്ടുന്നതാണ് പറഞ്ഞത്. പിന്നെ അടുത്ത് ഫ്ലാറ്റും ഫ്ലോറും വെച്ചിട്ടുള്ള ഒരു പസിലാണ്. അത് കഴിഞ്ഞ് ബോക്സ് ബേസ്ഡ് പസിൽ. ബോക്സ് ബേസ്ഡ് പസിൽ എനിക്കൊന്ന് കഴിഞ്ഞ രണ്ട് ഷിഫ്റ്റിലും വന്നു. അപ്പോൾ ഈ ഷിഫ്റ്റിലും ബോക്സ് ബേസ്ഡ് പസിലുണ്ട്. അത് ലീനിയർ അറേഞ്ച്മെന്റ് 5 ക്വസ്റ്റ്യൻ, ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. അതും ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അഡീഷണൽ വരുന്ന സിലോയിസം, ഇനിക്വാളിറ്റി, ബ്ലഡ് റിലേഷൻ, പിന്നെ ന്യൂമറിക്കൽ സീരീസ്. ഇതെല്ലാം കഴിഞ്ഞ ഷിഫ്റ്റിൽ ചോദിച്ച അതേ പാറ്റേൺ തന്നെയാണ്. സിലോയിസം 4 ക്വസ്റ്റ്യൻ, ഇനിക്വാളിറ്റി 3 അല്ലെങ്കിൽ 4, ബ്ലഡ് റിലേഷൻ 3 ക്വസ്റ്റ്യൻ, നമ്പർ സീരീസ് 5 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് ഡൂബിൾ ആണ്. ഏകദേശം 30-35 സ്കോർ ചെയ്ത ആൾക്കാരുണ്ട്. നല്ല സ്കോറിംഗ് പാർട്ടാണ് അവസാനത്തെ ഷിഫ്റ്റ് ചോദിച്ചിട്ടുള്ളതല്ല. നേരെ മാത്സ് വരുമ്പോൾ സ്ഥിരം അത് വരുന്ന അതേ പാറ്റേൺ. സിംപ്ലിഫിക്കേഷൻ 10-12 ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. DAയിൽ ബാർ ആണ് ചോദിച്ചിട്ടുള്ളത്. DA ബാറിന്റെ 5 ക്വസ്റ്റ്യൻ. കേസ്ലെറ്റ് DA ആണ് ഇതിൽ ഈ മാത്സിൽ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ആണ് കേസ്ലെറ്റ് വന്നത്. ഇതിന് മുന്നേ ഒരു ഷിഫ്റ്റിലും കേസ്ലെറ്റ് വന്നിട്ടില്ല. ഈ ഷിഫ്റ്റിലെ കേസ്ലെറ്റ് DA വന്നിട്ടുണ്ട്. 5 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ബാക്കി എല്ലാം കംപ്ലീറ്റ്ലി വേർഡ് പ്രോബ്ലംസ് ആണ്. ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, നമ്പർ സീരീസ് ഒന്നും വന്നിട്ടില്ല. ബാക്കി എല്ലാം 13-15 ക്വസ്റ്റ്യനും വേർഡ് പ്രോബ്ലം ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാ ഷിഫ്റ്റിലും ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, നമ്പർ സീരീസും ഒരു ഷിഫ്റ്റും വന്നിട്ടില്ല. എല്ലാത്തിലും അരിത്തമാറ്റിക് പ്രോബ്ലംസ് 10-ൽ കൂടുതൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പാറ്റേൺ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം നാളെയും മറ്റന്നാളൊക്കെ എക്സാം എഴുതാൻ പോകാൻ. സ്റ്റിൽ 88 അല്ലെങ്കിൽ 85+ ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന എക്സാംസ് ആണ്. എക്സാം അല്ലെങ്കിൽ എല്ലാം എക്സാം അതാണ്. എല്ലാ ഷിഫ്റ്റും അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിരിക്കും. ഉറപ്പായിട്ടും എല്ലാവരും ആ ഒരു പോസിറ്റീവ് മൈൻഡിൽ തന്നെ പോയി എഴുതുക. എക്സാം ഈസി ആണോ വിചാരിച്ചു വേണം പോകാൻ, അല്ലാതെ പോകരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെയും മറ്റന്നാളും പോയി എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ അടുത്ത നാളെ ഇതുപോലുള്ള എക്സാം അനാലിസിസുമായിട്ട് കാണാം.